വനാതിർത്തിയോട് ചേർന്ന് വർഷങ്ങളായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി വേഗത്തിലാക്കുമെന്ന് എം.എൽ.എ. ഷിബു തെക്കുംപുറം. നിർദ്ദിഷ്ട എം.എൽ.എ. ഓഫീസിൽ എം.എൽ.എയുടെ അധ്യക്ഷതയിൽ ചേർന്ന UDF യോഗത്തിലാണ് തീരുമാനം. റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധനയ്ക്കായി കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് 600ഓളം അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. പട്ടയ നടപടികൾക്കായി കോതമംഗലത്ത് പ്രത്യേക ഓഫീസ് ആരംഭിച്ചിരുന്നുവെങ്കിലും തുടർ നടപടികളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് പുതിയ ഇടപെടൽ. വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അർഹരായവർക്ക് അനുകൂല തീരുമാനം അടിയന്തരമായി ഉണ്ടാക്കുന്നതിനായി ശക്തമായ ഇടപെടൽ നടത്തുമെന്ന് ഷിബു തെക്കുംപുറം എം.എൽ.എ. പറഞ്ഞു. കല്ലേലിമേട്, മണികണ്ഠൻചാൽ മേഖലകളിൽ സംയുക്ത പരിശോധന പൂർത്തിയാക്കിയ അർഹരായവർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കും. വനാതിർത്തി പങ്കിടുന്ന മറ്റ് വില്ലേജുകളിലും റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധനയും തുടർ പട്ടയ നടപടികളും വേഗത്തിലാക്കും. അതേസമയം കോതമംഗലം നിയോജകമണ്ഡലത്തിൽ IT പാർക്ക് പ്രഖ്യാപിച്ചത് യുവ ഉദ്യോഗാർത്ഥികൾക്കും സംരംഭകർക്കും വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്ന് യോഗം വിലയിരുത്തി. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നാടിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും IT പാർക്ക് നിർണായകമാകുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. UDFന്റെ സംഘടനാ പ്രവർത്തനങ്ങളും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. UDF നേതാക്കളായ AG ജോർജ്, KP ബാബു, MS എൽദോസ്, ഷമീർ പനക്കൻ, ബാബു ഏലിയാസ്, ബോബൻ ജേക്കബ്, ഇബ്രാഹിം കവല, PK മൊയ്തു, AT പൗലോസ്, PM സക്കറിയ, ജോമി തെക്കേക്കര, മാത്യു ജോസഫ്, റോയ് കെ പൗലോസ്, CK സത്യൻ, NC ചെറിയാൻ, ബാബു പോൾ, AC രാജശേഖരൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.